നിങ്ങളെ കാണാനാണ് പറഞ്ഞത്. പിന്നെ കാര്യപ്പെട്ട ഒരു വിഷയമുണ്ട്, എന്താ എന്ന് ചോദിച്ചപ്പോ അവർക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാം 2-ാം നമ്പറിലെ മാതണ്ണൻ അല്ലെ, ശ്വാസം മുട്ടല് കാരണം ഹോസ്പിറ്റലിലായിരുന്നു. അവര് പറഞ്ഞത്, ഡോക്ടർ പറഞ്ഞത്, നിങ്ങളെ പെട്ടെന്ന് ഇങ്ങനെ വരാൻ, നിങ്ങൾ ഓവാലിലായതുകൊണ്ട് വണ്ടിയുടെ പ്രശ്നമുണ്ട്, രാത്രി ആനയുടെ പ്രശ്നം കൊണ്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കൂല, ഒരു ഓക്സിജൻ കൊടുക്കണ പോലത്തെ ആ മരുന്ന് ഇട്ട് ശ്വാസം വലിക്കാൻ പറ്റുന്ന ആ മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യമില്ല എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. അങ്ങനെ ആ മെഷീൻ വാങ്ങണം. ഇവർ പറയുന്നത്, പിന്നെ മാധവണ്ണന്റെ ഭാര്യ പറയുന്നത്, അവർക്ക് അത് എത്രയാണെന്നൊന്നും അറിയില്ല, പാവം വില അറിയില്ല. എന്നോട് ജയശീലനും പറയുന്നത്, സാജി അന്ന് മുപ്പരി ചെന്നൈയില നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്നു, വൈകുന്നേരം എന്നെ വിളിക്കുന്നു, സാജി அந்த மிஷினுக்கு எவ்வளவு பரவாயில்ல, அது இன்னைக்கு சாயங்காலம் அவங்க வீட்டுக்குள்ளார அது நீ கொண்டு போய் கொடுக்கணும், அது என்னோட கட்டல் நேல் பண்ணி ஆகணும், என்னோட ஃப்ரெண்டு முஸ்தபா இருக்காரு, அவர்கிட்ட விஷயத்த சொல்லு, அங்க காரியப்பட்ட ஆளு யாரோ கவுன்சிலரோ அவங்கள கூட்டிட்டு போயிட்டு நீ അത് பண்ணி കൊടുന്ന്. അന്ന് വൈകുന്നേരം ഈ പറയപ്പെട്ട മുസ്തഫ ഖാനെ വിളിച്ചു, നമ്മളെ ഷിയാബ് ഖാനെ വിളിച്ചു. ഇല്ല, ഷിയാബ് ഖാൻ ഞാൻ പറഞ്ഞതാ, ഈ പറയുന്ന നമ്മളെ ബാബാക്ക, കൗൺസിലറിന്റെ ഭർത്താവ് ബാബാക്ക, കൗൺസിലർ ADMK അല്ലട്ടോ, കൗൺസിലർ കോൺഗ്രസ് ആണ്, ADMK അല്ല. ഈ കോൺഗ്രസ് കൗൺസിലറിനെ വിളിക്കാനാണ് ADMK-കാരനായ MLA പറഞ്ഞത്. അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല. അങ്ങനെ ആ ബാബാക്കനെയും കൂട്ടിപ്പോയിട്ട് ആ മെഷീൻ അന്ന് രാത്രി തന്നെ ഞാൻ ആ വീട്ടിൽ എത്തിച്ചു. എന്തെന്നായാലും കുറച്ചു ദിവസം അവർക്ക് ആശ്വാസം ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ് എന്തെന്നായാലും സങ്കടമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ റയ്യാനത്തിന്റെ വിഷയം, ഇത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ട് ആരും കളിച്ചിട്ടില്ല. അന്നത്തെ ദിവസം നമ്മളെ അയ്യൂബ്, ഈ നാട്ടിലെ അയ്യൂബ് പറയുന്നു, ഷാജി MLA എന്നെ കൊണ്ടുവരാൻ കഴിയോ എന്ന്. കാരണം എനിക്കറിയാം പറ്റൂല. എന്താന്ന് വെച്ചാൽ പിറ്റേന്ന് ഊട്ടിയിൽ ആർപ്പാട്ടം നടക്കുക, എടപ്പാടി അറിയിച്ച ആർപ്പാട്ടം, MLA പങ്കെടുക്കൽ നിർബന്ധ. അതുകൊണ്ട് ഞാൻ കോഴിക്കോട് നിന്നും വരികയാണ്, എനിക്കറിയാം ഇതിൽ MLAക്ക് പങ്കെടുക്കാൻ സാധിക്കൂല. ഞാൻ പറഞ്ഞില്ല, രാത്രി ഞാൻ പറഞ്ഞില്ല MLA എന്നോട് വിളിച്ചിട്ട്. രാവിലെ ഇന്നെ MLA വിളിക്കണേ, ഷാജി ഇന്നേക്ക് ആർപ്പാട്ടം നടക്കുന്നത് ഇന്നു കിളമ്പളിയാ വീട്ടിൽ എന്തിന്, അങ്ങനെയാണ് എന്നോട് ചോദിക്കണേ. ഞാൻ പറഞ്ഞ എനിക്ക് വர முடியாது, என் ஊர்ல இந்த மாதிரி ஒரு பிள்ளைக்கு உடம்பு சரியில்லாம வெண்டிலேட்டர்ல படுத்து ரொம்ப பிரச்சனை இருக்கு, 20 லட்சம் ரூபாய் தேவைப்படுதுன்னா நாம ஒரு வீடியோ பண்ண போறோம், கேரளா மாநிலத்திலிருந்து ஒரு யூடியூபரை கொண்டு வந்துட்டு ஒரு வீடியோ பண்ண போறோம், அதனால எனக்கு வர முடியாது, நான் ஊர்ல நின்னே ஆகணும். അതിന് എന്നോട് പറഞ്ഞ മേറ്റർ എന്തെന്നറിയോ, നാട്ടിൽ ഇത്തരം ഒരു വിഷയം നടക്കുമ്പോ ഞാൻ ഊട്ടി ചെന്നിട്ട് ആർപ്പാട്ടം ചെയ്യലല്ല ഏറ്റവും ഉചിതം, ഈ നാട്ടിന്റെ MLA ആണ്, എന്നെക്കാൾ ഒരു കടമ ഈ പ്രജകൾ എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തവരാ, ആ വീഡിയോ എടുക്കണം, ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് എന്റെ കർമ്മം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കാണ്ട് വന്നൊരു വ്യക്തിയാ. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം, ഈ നമ്മളെ സമതാക്ക ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. MLA വന്നു, ആ വീഡിയോ ചെയ്യുന്നു, നമ്മൾ ഫണ്ട് ശേഖരിക്കുന്നു, നമുക്ക് പൈസ തികയാണ്ടായി പോയി. അത് കഴിഞ്ഞിട്ട് ഈ നാട്ടിലെ കുരുന്നുകള് പൊരി വെയിലത്ത് പച്ച വെള്ളം പോലും കുടിക്കാൻ നേരമില്ലാണ്ട് 4 റോഡുകളിലായിട്ട് നിന്നിട്ട് നാട്ടിലത്തെ മുതിർന്ന ആൾക്കാർ, ദൊഡ്ഡമൻകോവിൽ കമ്മിറ്റിയുടെ ഭാരവാഹികള്, ചർച്ച് കമ്മിറ്റിന്റെ നമ്മളെ തോമസ് ഏട്ടൻ ഉൾപ്പെടെ, സീഫോർത്ത് മഹിള കമ്മിറ്റിയുടെ ആൾക്കാർ, ഈ ഞാൻ ഉൾപ്പെടെ എല്ലാവരും റോട്ടിൽ, അതിന്റെ അപ്പുറത്തേക്ക് ഈ 2-ാം നമ്പറിൽ താമസിക്കുന്ന കുഞ്ഞു മക്കള്, ആ പുരി വെയിലത്ത് ഭക്ഷണം പോലും, ഞങ്ങൾ ഭക്ഷണം കഴിക്കണം 4 മണിക്കാ, ആ ഭക്ഷണം പോലും ഇല്ലാണ്ട് 4 ഭാഗം റോഡുകളിൽ ബക്കറ്റും പിടിച്ച് പിരിവ് നടത്തുക. ഓരോരോ സ്ഥലങ്ങളിൽ ഞാൻ ഈ വിഷയം MLA അവതരിപ്പിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. തൊറപ്പള്ളി വഴി മസനഗുഡി ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകുന്ന MLA വരുന്നു, വണ്ടി നിർത്തുന്നു, ഞങ്ങളെ കാണുന്നു, എന്താ വിഷയം? അപ്പൊ ഞാൻ പറഞ്ഞ അന്നേക്ക് നമ്മൾ പണ്ണതുക്ക് ഫണ്ട് ഇനി 10,000 ഇറക്കി, அப்ப நாங்க பிரிவு எடுக்க போறோம்னா அதனால பசங்க பண்ணிட்டு இருக்காங்க, നമ്മളെ അഷറഫൊക്കെ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അവിടുന്ന് ആ വണ്ടി സൈഡാക്കിയിട്ട് ആ കുഞ്ഞു മക്കളെ കയ്യിൽ നിന്ന് ആ ബക്കറ്റ് വാങ്ങി റൈഹാനത്ത് ചികിത്സാ സമിതി എന്ന് പറയുന്ന സ്കാനർ കഴുത്തിലിട്ടിട്ട് ആ കർണാടക വഴി വരുന്ന എല്ലാ വണ്ടികളെയും തടഞ്ഞു നിർത്തിയിട്ട് என் ஊரில் உள்ள புள்ள இந்த மாதிரி உடம்பு சரியில்லாம ஹாஸ்பிட்டல் படுத்து கிடக்குறாங்க, தயவு செஞ்சு உங்களால முடிகிற ஹெல்ப் நீங்க பண்ணி கொடுங்கம்மான்னு சொல்லிட்டு അങ്ങനത്തെ വാക്കാമൂപ്പര് ഉപയോഗിച്ചിട്ട് ഇംഗ്ലീഷിലും തമിഴിലും പറ്റാവുന്ന വിധം സംസാരിച്ച്, ഞാനിത് കള്ളം പറയല്ല കേട്ടോ, ഈ നാട്ടിൽ നിന്നിട്ടാ സംസാരിക്കണേ. ഷാജി എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നാളെ എന്റെ അളിയ മുസ്തഫാഖാന്റെ അടുത്തേക്ക് എനിക്ക് വരണം, ചിലപ്പോൾ നിങ്ങൾ വട്ടളഞ്ഞ് എന്നെ തല്ലും, നുണറിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ കള്ളം പറയല്ല. ഈ നാട്ടിലത്തെ കുഞ്ഞു മക്കളോട്, ചെറുപ്പക്കാരോട് ചോദിച്ചാൽ അറിയും ഈ വിഷയം. അതുകൊണ്ട് ഇത് രാഷ്ട്രീയപരമായിട്ട് പറയല്ല. LMLയിൽ സംസാരിച്ചപ്പോ ഇത് രാഷ്ട്രീയമായി എന്ന് പറഞ്ഞപ്പോ ഇത് പറയൽ നിർബന്ധമായതുകൊണ്ട് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആ കുഞ്ഞു മക്കളോട് ചോദിച്ചാൽ അറിയും, ഞങ്ങൾ ആരും പറഞ്ഞിട്ടല്ല. ആ കുട്ടികളുടെ അടുത്ത് നിന്ന് ബക്കറ്റ് വാങ്ങിയിട്ട് ആ സ്കാനറും കൈത്തിലിട്ടിട്ട് റോഡ് കൂടെ പിച്ചെടുക്കണ പോലെ നമ്മളെ റൈഹാനത്തിന് ചെയ്തതാ. ഇതൊന്നും മറക്കരുത് നമ്മളെ നാട്ടില്. ഇത് രാഷ്ട്രീയപരമായിട്ട് ചെയ്തതല്ല, എന്റെ സഹോദരി അല്ലെങ്കിൽ എന്റെ നാട്ടിൽപ്പെട്ട ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ചെയ്തതാ. ഇത് രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. പിന്നെ ഞാൻ ദ്രാവിഡ മണ്ണിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞതല്ല. നടന്ന
നടന്ന സംഭവം അതും നിങ്ങൾ അറിയണം. എന്താണെന്ന് വെച്ചാൽ ഇത് പൊളിറ്റിക്കൽ അല്ല, ആ വിഷയം അറിയണം. അതേ വ്യക്തി ദ്രാവിഡമണി റോട്ടിലേക്ക് വരുന്നു. നമ്മൾ അയ്യൂബ് ഉണ്ട്, ആറാട്ടുപാറ പള്ളിയിലെ ഉസ്താദ് ഉണ്ട്, നമ്മളെ മാഹിലത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്നിട്ട് നമ്മളെ ബഷീർ ഖാന്റെ ഏട്ടൻ സിയാബ് എന്റെ തൊട്ടടുത്ത് നിൽക്കുക. വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്നാ ഇത് നടന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു മാസക്കാലം പിരിവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. എല്ലാവരും അപേക്ഷിക്കുക. എന്റെ വോയിസ്, നമ്മുടെ സിറാജിന്റെ, അസർഫ് ഖാന്റെ, സമദ് ഖാന്റെ, അങ്ങനെ എല്ലാവരും വോയിസും ഓരോ ഗ്രൂപ്പിൽ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ടാ പറയുന്നത് എന്നാ നടന്നിട്ടിരിക്കുന്നത്. എന്നിട്ടും എന്റെ മര്യാദക്ക് ഞാൻ പറഞ്ഞു, ഇന്ന മാതിരിയാണ് വിഷയം. ആ വ്യക്തി അപ്പൊ പറഞ്ഞത് എന്താണെന്നറിയോ, എന്നെ കാൻഡിഡേറ്റാ അറിയിച്ച ഞാൻ യഥാച്ചി പണി കൊടുക്കറേൻ. ഇത് നുണയല്ലോ. ബഷീർക്ക് ഇന്നും ജീവനത്തോടെ ഉണ്ട് കൂടലൂരില്ല. ഈ ഷിയാബ് ഖാന്റെ ഏട്ടനാ വിളിച്ച് നിങ്ങൾ ചോദിച്ചു നോക്കി. വീഡിയോ എന്റെ കയ്യിൽ ഇപ്പോഴും എന്റെ ഫോണിലുണ്ട്. ഞാൻ കള്ളം പറഞ്ഞത് കാണിക്കാനും തയ്യാറാ. എന്നെ കാൻഡിഡേറ്റ് അറിയിച്ചാൽ ഞാൻ യഥാച്ചി പണി കൊടുക്കറേന്ന്. ഞാൻ പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു 100 റുപ്യന്റെ നോട്ട് ആ ബക്കറ്റിലിട്ടിട്ട്, അതല്ലെങ്കിൽ കയ്യിലുള്ളത് എന്തോ ആവട്ടെ, ആ ബക്കറ്റിലിട്ടിട്ട് ഇന്ന കാൻഡിഡേറ്റ് ആയിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ മനസ്സാക്ഷിയുള്ളവനാ. നിങ്ങളെ മുന്നിൽ വോട്ട് ചോദിക്കാൻ അർഹതപ്പെട്ടവനാ. അത് ഷാജി നിഷേധിക്കൂല. ആ പരിപാടി ചെയ്യാത്തതുകൊണ്ടാണ് ഷാജി സംസാരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായിട്ട് വോട്ട് ചോദിക്കാൻ ചെയ്തതല്ല. അപ്പൊ അത്തരപ്പെട്ട ഒരു സ്ഥാനാർത്ഥി ഈ നാട്ടിൽ നിങ്ങൾക്ക് വേണോ, അതല്ല ജനങ്ങളെ സേവിക്കുന്ന ഒരു MLA വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും. ഷാജി പറയുന്നില്ല. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ഈ C4 2ാം നമ്പറിൽ താമസിക്കുന്ന ഓരോരുത്തർക്കും മനസ്സാക്ഷി ഉണ്ടെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക, ഇരട്ടലേക്ക് ഈ മനുഷ്യർക്ക് വോട്ട് ചെയ്യണോ, അതല്ല എന്നെ കാൻഡിഡേറ്റ് ആയിട്ട് അറിയിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് AC ഇട്ടിട്ട് ഗ്ലാസും കയറ്റി പോയ ദ്രാവിഡ മണിക്ക് വോട്ട് ചെയ്യണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇത് ചർച്ചയായിട്ട് ആരും എടുക്കണ്ടോ. ഞാൻ ഒരു നടന്ന സത്യം പറയാൻ. അതേപോലെ തന്നെ നമ്മളെ മാധവന്റെ വിഷയം പറഞ്ഞത് തൊട്ട് മുന്നേ, ആ മെഷീൻ വാങ്ങിക്കൊടുക്കണോ, ഇതൊന്നും മനസാക്ഷിയുടെ പേരിലാണ്, അല്ലാണ്ട് വോട്ട് കിട്ടുന്നുണ്ടല്ല. നമ്മളെ നാട്ടില് പഠിക്കണ കാലത്ത് മുസ്തഫാഖാന്റെ കൂടെ വന്നിട്ട് പോത്തിറച്ചി ഭയങ്കര ഇഷ്ടം ആൾക്ക് കിട്ടോ. അതിന് വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ പേരും തല്ലല്ലോ മൂപ്പര പെണ്ണുങ്ങളെ എനിക്കറിയാം. പക്ഷെ പോത്തിറച്ചി തിന്നാനായിട്ട് മുസ്തഫാഖാന്റെ വീട്ടിൽ പഠിക്കണ കാലത്ത് ഇവിടെ വന്ന് നിന്നൊരു വ്യക്തിയാണ്. കുട്ടിക്കാലം തൊട്ട് 2ാം നമ്പറിന്റെ ഹൃദയം തൊട്ടറിയുന്ന വ്യക്തിയാണ്, അല്ലാണ്ട് ദ്രാവിഡമണിന്റെ പോലെയല്ല. അത് മറ്റൊരു കാര്യം. പിന്നെ ഞാൻ പറയാനുള്ളത്, സെക്ഷൻ 17 പ്രശ്നം ഭയങ്കരം ചർച്ചയായി നടക്കുക. ഇവിടെയുള്ള നമ്മളെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഞാൻ കുറ്റം പറയില്ലട്ടോ, അറിയില്ല എന്താണ് വിഷയം എന്ന് അറിയില്ല. മേലെന്ന് കേൾക്കും, അത് ഇവിടെ അച്ചിട്ട് ചായക്കടയിൽ ഇരുന്ന് സംസാരിക്കും. ഇത്ര മാത്രമേ ഉള്ളൂ. സെക്ഷൻ 70 എന്ന പ്രശ്നം 40,000 ഏക്കർ കൃഷിഭൂമി ഉൾപ്പെടെ വെട്ടിച്ചുരുക്കി 3,000 ഏക്കറാക്കി കുറച്ചു. അത് സെക്ഷൻ 70 ഈ വിഷയം 2,500 ഏക്കർ മാത്രമേ ഉള്ളൂ ഓവാലി പഞ്ചായത്തില്. ഈ പറയുന്ന 2ാം നമ്പർ ഞാൻ ഇന്ന് താമസിക്കുന്ന ഇന്ദിരാനഗർ അടക്കം ഭൂമിയിലെ ആ ചിത്രത്തിലെ മാപ്പിലേ ഇല്ല. ഷാജി കള്ളം പറയല്ലോ കേട്ടോ. ഇങ്ങക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പഠിച്ച കുട്ടികൾ ഇവിടെ ഒരുപാട് വ്യക്തികളുണ്ട്. ഒരു RTI ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് ഈ വിവരം അറിയാൻ കഴിയും. ഈ മാപ്പിൽ സീഫ്രം ഇല്ല, ഗവൺമെന്റ്സ് ഇല്ല, അമ്പിളിമല ഇല്ല, ഇന്ദിരാനഗർ ഇല്ല. നമ്മളൊക്കെ പിച്ചെടുക്കണ കണ്ടീഷനിൽ വരും. 8 ക്ലസ്റ്റർ അഥവാ 8 ഭാഗങ്ങളാക്കി ഓവാലി പഞ്ചായത്തിനെ തിരിച്ചിട്ട് നമ്മൾ അതിൽ താമസിക്കണം. ഈ ക്ലസ്റ്ററിന്റെ പുറത്ത് അഥവാ ഈ മെയിൻ റോഡിന്റെ മേലെ ഭാഗം താമസിക്കുന്ന ഗ്ലമ്മൻസ്, സബോക്ക്, ബാരം, ടല്ലൌസ്, ബാറോഡ്, ഈ പറയുന്ന മൂലക്കാട്, അമ്പിളിമല, നമ്മളെ സീഫ്രം, ഇന്ദിരാനഗരത്തെ ആൾക്കാര് ഈ ക്ലസ്റ്ററിൽ പോയി താമസിക്കണം. ഗവൺമെന്റ് തരും ഔദാര്യം. നിങ്ങൾ കേൾക്കണം, നമ്മൾ ജനിച്ച് ജീവിച്ച മണ്ണിന്ന് അവർ ഔദാര്യം വേണം നമുക്ക് ജീവിക്കണമെങ്കിൽ. ഇന്നതാണ് കണ്ടീഷൻ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ക്ലസ്റ്ററിലേക്ക് നമ്മളെ താമസം മാറ്റിയിട്ട് അവിടെ നമുക്ക് വീട് നിർമ്മിച്ചു തരും, അതല്ലെങ്കിൽ സ്ഥലം തരും. ഇതാണ് ഇപ്പോഴത്തെ നിയമം. അതല്ലാണ്ട് ഈ പറയുന്ന പോലെ പട്ടയോ അതല്ലെങ്കിൽ കരണ്ടോ ഒരിക്കലും കൊടുക്കൂല. നിങ്ങളോട് പറയുന്നത് ഞങ്ങൾ വന്ന പട്ടയം തരും. കാരണം ഗൂഡല്ലൂര് ചർച്ച എന്റെ ഓഫീസിൽ നിന്ന് തൊട്ടടുത്ത് നമ്മളവിടുത്തെ ഒരു അതിർമങ്കാക്കുണ്ട്. പിന്നെ കുറച്ച് വയസ്സായ ആളാണ്, കട്ട മുസ്ലിം ലീഗാ. രാവിലെ വന്ന് പേപ്പറൊക്കെ അങ്ങനെ പിടിച്ചിങ്ങനെ ഒന്ന് കുലുക്കി വെക്കും, അച്ഛനും ചാടുന്നുണ്ടോന്ന്. 2 കുലുക്കൊക്കെ ഇങ്ങനെ കുലുക്കിയിട്ട് പറയും, സ്റ്റാലിൻ ഗവൺമെന്റ് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണേന്ന്. എവിടെ പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കണേ? ഇവിടുന്ന് പെരിയസോല മുതൽ ഡൽഹി വരെ കോൺഗ്രസ് ഭരിച്ച കാലം ഉണ്ടായിട്ടുണ്ട്. ഞാൻ കുട്ടിക്കാലാണ്, എനിക്കറിയില്ല. ഇവിടുത്തെ മുതിർന്ന ആൾക്കാരൊക്കെ പറയട്ടെ, പെരിയസോല തൊട്ട് ഡൽഹി വരെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. ഇല്ലാന്ന് പറയാൻ പറ്റുമോ? അന്ന് ഈ DMKന്റെ കൂട്ടണിയോട് കൂടിയിട്ട് 1 ഇഞ്ച് നിങ്ങൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റാത്ത നിങ്ങളാണ് സുപ്രീം കോടതിയിൽ അഫിഡേവിറ്റ് നോട്ടിയിട്ട് നിങ്ങൾ ഇവിടെ പട്ടയം കൊടുക്കാൻ പോണേ. അപ്പൊ ഇത്തരം പച്ച കള്ളങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ മുന്നിൽ വരുമ്പോ
അടിച്ചെന്നെ ആട്ടിക്കോളി. കാരണം എന്താണെന്നറിയോ, C4 നമുക്ക് ഒരു തരി മണ്ണില്ല. ആ നിയമം സുപ്രീം കോടതി ഓർഡർ ഇടുകയാണെന്നുണ്ടെങ്കിൽ സീപ്രക്കാരായ ഈ ഞാൻ ഉൾപ്പെടെ റോട്ടിലേക്ക് തന്നെ ഇറങ്ങണം. ഞാൻ വലിയ വീട് വെച്ച് ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിന്റെ ഉള്ളിൽ ഒരു തീയാണ്. പടച്ചറബേ, എപ്പോഴാണ് ഇത് ഇറങ്ങുക? വീട്ടിൽ പറയാനും പറ്റില്ല, ഉപ്പാനോടും ഉമ്മാനോടൊന്നും പറയാൻ പറ്റില്ല, ബേജാറായി പോവില്ലേ? എപ്പോഴാ റോട്ടിലേക്ക് ഇറക്കി വിടുകയെന്നില്ല പേടിയില്ല. ചെറിയൊരു ആശ്വാസം ഉണ്ട്. എന്താണെന്നറിയോ, 3 ദിവസം മുന്നേ CSC കമ്മിറ്റി ഡൽഹിയിൽ കൂടുന്നുണ്ട്. ആ കമ്മിറ്റിയിൽ അഗ്രികൾച്ചർ അഥവാ കർഷകർക്ക് പങ്കെടുക്കുക. ആരവിടുന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റ് ചാർജ് പോവുക? സ്റ്റാലിൻ കൊണ്ട് തരുമോ ടിക്കറ്റ്? അല്ല ഈ പറയപ്പെട്ട രാഹുൽ ഗാന്ധി കൊണ്ട് തരുമോ ടിക്കറ്റ്? ഒരിക്കലുമില്ല. നമ്മൾ എന്ത് വേണം? നമ്മളെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഇവിടുന്ന് ഡൽഹിക്ക് ട്രെയിനോ ഫ്ലൈറ്റോ ബുക്ക് ചെയ്ത് പോകണം. ഒരു ദിവസം കൊണ്ടേ നടക്കണ കാര്യമല്ല. അങ്ങനെ ഈ മനുഷ്യൻ ഒരു അഡ്വക്കേറ്റിനെ വെച്ചിട്ട് അവിടെ വാദിച്ചിട്ട് മെയ് 10 വരെ സമയം വാങ്ങിക്കണേ. അതുവരെ നമുക്ക് സമയമുള്ളൂ. ഇതൊന്നും കള്ളല്ല. ഇനി അങ്ങനെ ഞാൻ കള്ളം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ മൈക്ക് കെട്ടിയിട്ട് DMK-കാരോട് സംസാരിക്കാൻ പറയും. ഷാജി അപ്പുറത്ത് മൈക്ക് കെട്ടിയിട്ടുണ്ടാകും. അതിന് ഞാൻ വിവാദത്തിന് തയ്യാറാ. ഞാൻ കള്ളം പറഞ്ഞു പോണില്ല. എനിക്കില്ല ആ ധൈര്യമുണ്ട്, ആ ചങ്കുറ്റുണ്ട്. ഇതിന്റെ മണ്ണ, ഞാൻ ജനിച്ച നാടാണ്. അതേപോലെ തന്നെ ജയശീലന്റെ മണ്ണ. ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റും. ഇവിടുന്ന് നമ്മളെ ഇറക്കി വിടണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഈ മനുഷ്യനെ കൊന്നിട്ടാവണം. ഉറപ്പ് ഞാൻ തരിക, ഈ മനുഷ്യനെ കൊന്നിട്ടാവേണ്ടി വരും. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ RK രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആന ഇവിടെ അക്രമം കാട്ടത് അല്ലെ, നമ്മളെ പ്രിയപ്പെട്ട നൌഷാദ്, 3-ാം നമ്പറിൽ താമസിക്കുന്ന ബാബുട്ടി, ഈ പറയപ്പെട്ട RK ആനേനെ കൊണ്ട് കൊല്ലപ്പെട്ടവനാ. നമ്മളെ ദാസേട്ടന്റെ പെങ്ങള് കൊല്ലപ്പെട്ട ആളാ. അതേപോലെ തന്നെ നിയോപ്പിൽ താമസിക്കുന്ന നമ്മളെ മണിയേട്ടൻ. ഇതൊന്നും മറക്കാൻ കഴിയില്ല, നിങ്ങൾ മറക്കാനും പാടില്ല. എന്താണെന്നറിയോ, അങ്ങനത്തെ ഒരു വിഷയം വന്നപ്പോ അത്തരം ആൾക്കാരെ എതിർത്ത് ഞങ്ങളെ കൂടെ ആ നടു റോട്ടിൽ ഇരുന്നിട്ട് ഇന്നും കേസാ ഊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നൊന്നും ആരും ഉണ്ടായിരുന്നില്ലല്ലോ ഈ പറയപ്പെട്ട ദ്രാവിഡമണിയോടെ. അന്ന് ഭരണപക്ഷ ഞങ്ങൾക്ക് വരാൻ പറ്റൂല എന്നാ പറഞ്ഞത്. ആൾക്കാരുണ്ട്, ഈ നമ്മളെ നാട്ടിൽ വരെ ആൾക്കാരുണ്ട് ഞങ്ങൾ ഭരണപക്ഷത്തിൽ. കാരണം നമ്മളെ ഒരു കൂട്ടത്തിൽപ്പെട്ട ഒരുത്തം മരിച്ചു കിടക്കുക ആന ചവിട്ടിയിട്ട്. പറയണ ഞങ്ങൾ ഭരണപക്ഷത്തിലാണ്, ഞങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂല. എന്തിനാണോ ഇങ്ങനത്തെ പാർട്ടിയും ഭരണമൊക്കെ? സ്വന്തം ചോര മരിച്ചു വീണ് കിടക്കുമ്പോ അവനു വേണ്ടി പോരാടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും മനസാക്ഷി ഇല്ലാത്ത ആൾക്കാരായി മാറും. അതുകൊണ്ടാ പറയുന്നത്, ബാർ റോഡിൽ DMK-ന്റെ സെക്രട്ടറിയാ, ബ്രാഞ്ച് സെക്രട്ടറി മരണപ്പെട്ടത്. ഈ സെക്രട്ടറിക്കും വേണ്ടിയിട്ട് ഗൂഡല്ലൂർ നടുറോട്ടിൽ ഇരുന്നിട്ട് അതിനും കേസാ. ഏകദേശം 10-18 കേസുണ്ട് ഈ ഒരു വിഷയം കൊണ്ട്. ഇന്ന് നമ്മളൊക്കെ 6 മണിയായി കഴിഞ്ഞാൽ നല്ലോണം ഇറങ്ങി നടക്കുന്നുണ്ട് അല്ലെ. ഈ പോയ റമദാനിക്കൊക്കെ നമുക്ക് തറാവിക്ക് പോയിരുന്നു, സുബൈ നിസ്കാരത്തിന് പോയിരുന്നു. ഇതിന്റെ മുന്നേ ഇതിനൊന്നും പോവാത്ത ഒരു കാലം C4 ഉണ്ടായിരുന്നു. നിങ്ങൾ മറക്കരുത്. ഈ പറയുന്ന RK എന്ന് പറഞ്ഞ ആനേനെ പേടിച്ചിട്ട് ആരും പുറത്തിറങ്ങിയിരുന്നില്ല അല്ലെ. നമ്മളെ ഇവിടെ ഓഫീസിൽ ദീപകന്റെ മകള് വരെ അമ്പലത്തിന്റെ ഓർന്ന് ആന തട്ടി അല്ലെ. ഞാൻ പറയുന്ന കള്ളല്ലല്ലോ. ഇന്നിപ്പോ നിങ്ങൾക്ക് ബസ് ഇറങ്ങി വരുമ്പോ അങ്ങനത്തെ പേടിയെന്നല്ല. എന്താ, ഈ ആനേനെ പിടിച്ചു പോയി, എന്തോ കാരണവശാൽ അത് ചത്തും പോയി. അപ്പോ ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വ്യക്തിക്കും വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വോട്ട് ചോദിക്കാൻ വന്നിട്ടുള്ളത്. മനസാക്ഷി മരവിച്ചിട്ടില്ലെങ്കിൽ C4-ൽപ്പെട്ട ഓരോരുത്തരോടും ഞാൻ ചോദിക്കേണ്ടത്, മനസാക്ഷി നിങ്ങൾക്ക് മരവിച്ചിട്ടില്ലെങ്കിൽ ഈ റോഡ് ഉൾപ്പെടെ ADMK-ന്റെ പീരീഡിൽ നിങ്ങൾക്ക് ചെയ്തതാ. നമ്മളെ കാതിർക്കാന്റെ വീട്ടിന്റെ ഭാഗത്ത് കൂടെ ഇങ്ങനെ വരുന്ന വീടൊക്കെ ADMK-ന്റെ പീരീഡിൽ ചെയ്തത് തന്നെയാണ്. ആ കത്തുന്ന സോളാറ് ഇവിടെ അമ്പലത്തിന്റെ അവിടെ ഇട്ടതൊക്കെ ഇന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു 2 ആമ്പർ ഇങ്ങനെ 500-ന്റെ ബൾബായിട്ട് തിളങ്ങുന്നുണ്ട് ഇല്ല സിയാബുക? ഞാൻ നോണയല്ല. ഒരു കല്യാണം അവിടെ നടക്കുകയാണെങ്കിൽ കറണ്ട് പോയാലും ലൈറ്റാ. ഒരു ഉത്സവം നടക്കുകയാണെങ്കിലും കറണ്ട് പോയ അമ്പലത്തിൽ ലൈറ്റ് കത്തുണ്ട്. അത് ഈ ജയശീലന്റെ മിടുക്കന്നെയാണ്, അല്ലാണ്ട് ദ്രാവിഡമണിന്റെ മിടുക്കല്ലോ. അപ്പൊ ആ ഒരു വിഷയം കൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വോട്ട് ചോദിക്കുന്നത്. മനസാക്ഷി ഉണ്ടെങ്കിൽ ഒരു വോട്ട് ഈ പ്രാവശ്യം ഇരട്ടയിലേക്ക് തരിക, ഇദ്ദേഹത്തിനെ വിജയിപ്പിക്കുക. നിയമസഭയിൽ നമുക്കും വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശബ്ദം കൊടുക്കുമെന്ന വിശ്വാസം നിങ്ങളിലേക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.